കഥയെ ആരംഭിക്കുന്നത് തന്നെ ലൂയിസ് എന്ന യുവാവിനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. ആൾക്ക് ഈ പ്രണയത്തിലൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. മൊത്തത്തിൽ പെൺകുട്ടികളുമായി ഇടപഴകണം, തന്റെ കാര്യങ്ങൾ കാണണം, അത് കഴിഞ്ഞ് ടാറ്റ ബൈ ബൈ പറഞ്ഞു പോരണം. ഇത്രയൊക്കെയേ ലൂയിസിന്റെ മനസ്സിലുണ്ടാവാറുള്ളൂ. കാര്യം അവന്റെ ലൈഫിലേക്ക് ഒരുപാട് പെൺകുട്ടികൾ വരാറുണ്ട്, അവനും കടന്നു ചെല്ലാറുണ്ട്. ഇത്തരത്തിൽ പെൺകുട്ടികളുമായി ഇടപഴകുമ്പോൾ താൻ പ്രണയത്തിലും കല്യാണത്തിലുമൊന്നും പെട്ടുപോവാതിരിക്കാൻ അവൻ തനിക്ക് തന്നെ 3 റൂളുകൾ സെറ്റ് ചെയ്തു വെച്ചിരുന്നു. അതിൽ ആദ്യത്തേത് തന്റെ ഈ ഉദ്ദേശവും കാര്യങ്ങളുമൊക്കെ വളരെ വ്യക്തമായി ഓപ്പോസിറ്റ് വരുന്ന പെൺകുട്ടിയോട് തുറന്നു പറയുക എന്നതായിരുന്നു. രണ്ടാമത്തേതാകട്ടെ അവരൊന്നിച്ച് ഒരിക്കലും പുറത്ത് കറങ്ങാൻ പോക്കോ ഒന്നും തന്നെ ഉണ്ടാവില്ല, തുടർച്ചയായി ഹാങ് ഔട്ടുകൾ സംഭവിക്കില്ല. മൂന്നാമത്തേത് ഇങ്ങനെയുള്ള ആ റിലേഷൻ ഉണ്ടല്ലോ, ഒരു പെൺകുട്ടിയുമായി പരിചയപ്പെട്ട് തുടങ്ങുന്ന ആ റിലേഷൻഷിപ്പ് 3 മാസത്തിനപ്പുറം അവൻ നീട്ടിക്കൊണ്ട് പോവുകയുമില്ല. ഏറ്റവും കൂടിയാൽ 6 മാസത്തിനപ്പുറത്തേക്ക് ഒരിക്കലും അവൻ കൊണ്ടുപോവില്ല. ഒരാളുമായി 6 മാസക്കാലം ഇടപഴകി കഴിഞ്ഞാലാണ് പ്രണയം സംഭവിക്കുക എന്നതാണ് അവന്റെ തിയറി. അങ്ങനെയുള്ള ലൂയിസ് അന്നൊരു സിഗ്നലിൽ കിടക്കുമ്പോ തന്റെ കാറിൽ നിന്ന് തൊട്ടപ്പുറത്തെ കാറിലുള്ള ഒരു പെൺകുട്ടിയെ കണ്ടു. ഇരുവരും നോക്കി ചിരിക്കുകയും ഒക്കെ ചെയ്തു. പിന്നാലെ തന്റെ നമ്പർ ആ പെൺകുട്ടിക്ക് അവൻ കൈമാറി. അവളുടൻ ലൂയിസിന് മെസ്സേജ് അയച്ചു. ഒരു പ്രൊഫഷണൽ ബാച്ചിലർ ആവാൻ താൻ ഒരുപാട് റിസർച്ച് നടത്തി പഠിച്ചതാണെന്നും അതുകൊണ്ട് തന്നെ ഇതൊരു സക്സസ്ഫുൾ ഫോർമുലയാണ് എന്നും ലൂയിസ് പറയുന്നുമുണ്ട്. കഥ അവിടെ നിന്നും ലീന എന്ന യുവതിയിലേക്ക് നീങ്ങുന്നു. ലീന ഒരു ടാക്സിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുവാണ്. മൊബൈലിൽ തന്റെ ലവ്വർ എന്ന പോലെ ഒരാളോട് സംസാരിക്കുന്നുമുണ്ട്. അവളന്ന് പോയത് കുറച്ച് പ്രായമേറിയ ഒരു വ്യക്തിക്കൊപ്പം ലഞ്ച് കഴിക്കുക എന്ന രീതിയിലായിരുന്നു. അവളുടെ കാമുകനെ പോലാണ് അയാളെതിരിൽ ഇരുന്നിരുന്നതും പെരുമാറിയിരുന്നതും. അവർ തമ്മിൽ അങ്ങനെ സമയം ചിലവഴിച്ചിരിക്കെ അങ്ങോട്ടേക്ക് അയാളുടെ ഭാര്യ കടന്നു വന്നു. തന്റെ ഭർത്താവ് തന്നെ ചതിക്കുകയാണെന്ന് പറഞ്ഞ് അവരവിടെ ഒരു സീൻ തന്നെ സൃഷ്ടിക്കാൻ തുടങ്ങി. ഭർത്താവിനെ തല്ലാൻ ആരംഭിച്ചു. താൻ മനഃപൂർവ്വം ചെയ്തതല്ലെന്നും തന്നെ വശീകരിച്ചതാണിവൾ എന്ന മട്ടിലും ഭർത്താവ് പറഞ്ഞപ്പോ ലീനയും അത് തന്നെ പറയുന്നുണ്ട്. ലീനയോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞ് ആ സ്ത്രീ വീണ്ടും ഭർത്താവിനെ തല്ലാൻ തുടങ്ങി. ഇതിനിടയിൽ അവരുടെ കൈ അബദ്ധത്തിൽ ലീനയുടെ മുഖത്തു കൊണ്ടു. ലീന അതോടെ താഴെ വീഴുന്നതായി വളരെ ഡ്രാമാറ്റിക്കായി അഭിനയിക്കുകയാണ്. ഇതേസമയം മറുവശത്ത് ലൂയിസ് ആകട്ടെ താൻ കണ്ടെത്തിയ പുതിയ ലേഡിക്കൊപ്പം സൊറായ എന്നു പേരുള്ള ലേഡിക്കൊപ്പം ഭക്ഷണം കഴിക്കുകയായിരുന്നു. അവൻ തന്നെയാണ് കുക്ക് ചെയ്തതും. ലൂയിസ് ഒരു മികച്ച ഷെഫായിരുന്നു. സൊറായ പക്ഷേ അല്പം പ്രായമേറിയ വ്യക്തിയാണ്. അവിടെ ഒരു ഫോട്ടോ ഫ്രെയിം ലൂയിസ് നോക്കിക്കണ്ടു. സൊറായയോട് അതൊക്കെ ആരാണെന്ന് തിരക്കി. അത് തന്റെ ഭർത്താവും മകളുമാണ് എന്നായിരുന്നു സൊറായയുടെ മറുപടി. അത് കണ്ടതും ഞെട്ടിത്തെറിച്ച് ലൂയിസ് എഴുന്നേറ്റു. സൊറായ വിവാഹിതയാണെന്നും ഭർത്താവുണ്ടെന്നും ഒന്നും ലൂയിസിന് അറിയാൻ പാടുണ്ടായിരുന്നില്ല. ലൂയിസിനോട് അവരതൊക്കെ മറച്ചു വെച്ചിരിക്കുകയായിരുന്നു. ഞാൻ നിങ്ങളോട് സത്യങ്ങളല്ലേ പറഞ്ഞിട്ടുള്ളൂ, നിങ്ങൾ എന്നിട്ട് എന്നോട് ഇതൊന്നും പറയാതെ ചതിയല്ലേ കാണിച്ചത് എന്ന മട്ടിൽ ലൂയിസ് സൊറയോട് അടുക്കൽ ദേഷ്യപ്പെട്ടു. എന്തായാലും നിങ്ങളെ 3 മാസമേ ഞാൻ കാണുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നാളെയും കൊണ്ട് ആ 3 മാസം അവസാനിക്കുകയാണ്. ഇനി നമ്മൾ തമ്മിൽ കാണില്ല എന്ന് പറഞ്ഞ് ലൂയിസ് അവിടെ നിന്ന് പോന്നു. അടുത്ത ദിവസം ലൂയിസ് തന്റെ വീട്ടിൽ ഉറക്കമുണരുകയാണ്. പ്രണയം എന്നൊക്കെ പറയുന്നത് വലിയ സംഭവമൊന്നുമല്ലെന്നും അതൊരു കെമിക്കൽ റിയാക്ഷൻ മാത്രമാണ് എന്നൊക്കെ പറഞ്ഞാണ് അവൻ എഴുന്നേറ്റ് വരുന്നത്. ആദ്യത്തെ ഭാഗം അതിൽ ആഗ്രഹങ്ങളാണ്. അത് കഴിയുമ്പോ പാഷനും ലവും കടന്നു വരും. അതാണ് ഏറ്റവും അപകടം പിടിച്ചത്. അതിൽ നിന്ന് മാറി നിൽക്കണം. മുറിയിൽ നിന്ന് അവൻ നേരെ പോകുന്നത് അമ്മയ്ക്കടുത്തേക്കായിരുന്നു. അമ്മയാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാണ്. ഇരുവരും തമ്മിൽ ഊഷ്മളമായ ബന്ധമാണുള്ളത് എന്നവരുടെ പെരുമാറ്റത്തിൽ നിന്നും സംസാരത്തിൽ നിന്നുമൊക്കെ വ്യക്തമായിരുന്നു. കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും തന്റെ മകൻ ലൂയിസിന്റെ കാര്യത്തിൽ ആ അമ്മ കുറച്ച് വറീഡാണ്. അവന് സ്റ്റേബിളായ ഒരു ജോലിയോ സ്റ്റേബിളായ റിലേഷൻഷിപ്സോ ഒന്നുമില്ല. വീട് വിട്ട് പുറത്തുപോയി സ്വന്തമായി എന്തെങ്കിലും സമ്പാദിക്കാനും സ്വന്തമായി ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേടാനും അമ്മ എപ്പോഴും അവന്റെ അടുത്ത് പറഞ്ഞുകൊണ്ടേയിരിക്കുമായിരുന്നു. പക്ഷെ ലൂയിസ് മറുപടി പറഞ്ഞു, അച്ഛനമ്മയെ ഇട്ടിട്ട് വീട് വിട്ടുപോയ പോലെ ഞാൻ അങ്ങനെ പോവേയില്ല. അമ്മയെ ടേക്ക് കെയർ ചെയ്ത് ഞാൻ എല്ലാ കാലവും ഇവിടെ തന്നെ ഉണ്ടാകും. അമ്മ പുച്ഛച്ചിരിയോടെ പറഞ്ഞു, നിനക്ക് നിന്റെ കാര്യം പോലും നോക്കാൻ പറ്റുന്നില്ല, പിന്നെ എന്റെ കാര്യം നോക്കുന്നേ. അത് കേട്ടതും ലൂയിസ് ഒരു ചിരി ചിരിച്ചു. പിന്നാലെ ചോദിച്ചു, അമ്മയുടെ ബർത്ത്ഡേ വരികയല്ലേ, ഞാൻ എന്താ അമ്മയ്ക്ക് വേണ്ടി ചെയ്യേണ്ടത്? ഇതേസമയം മറുവശത്തെ ലീനയാകട്ടെ എങ്ങോട്ടേക്കോ പുറപ്പെടാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. തലേ ദിവസം ആ ലേഡിയുടെ എൽബോ കൊണ്ടുള്ള ഹിറ്റ് കൊണ്ടതിൽ പിന്നെ അവൾക്ക് ചെറിയ വേദനയും ഉണ്ടായിരുന്നു. ധൃതി പിടിച്ച് ഫോൺ കോൾ വന്നപ്പോ അവൾ എങ്ങോട്ടേക്കോ പുറപ്പെട്ടു. സന്ധ്യയോടെ അവൻ നേരെ പോയത് അമ്മയുടെ വീട്ടിലേക്കായിരുന്നു. അവിടെ അന്ന് അമ്മയുടെ ബർത്ത്ഡേ പാർട്ടി നടക്കുകയാണല്ലോ. അവന്റെ മറ്റ് കസിൻസും അവരുടെ ഭർത്താക്കന്മാരുമൊക്കെ അങ്ങോട്ടേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. അവരൊക്കെ ഇരുന്ന് പരസ്പരം പരിഹസിക്കാനും വെറുതെ ഓരോന്ന് പറഞ്ഞ് പരസ്പരം കുറ്റപ്പെടുത്താനുമൊക്കെ ആരംഭിച്ചു. അമ്മ ഇതിനിടയിൽ മക്കളെ സമാധാനിപ്പിച്ച് മാറ്റി നിർത്താൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അങ്ങോട്ടേക്ക് എത്തിയ ലൂയിസ് ആകട്ടെ കുക്ക് ചെയ്യാനും മറ്റും ആരംഭിച്ചിരുന്നു. എല്ലാവർക്കും വേണ്ടിയുള്ള ഭക്ഷണമായിരുന്നു ലൂയിസ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. പ്രത്യേകിച്ചും വാങ്ങിയിരുന്ന ചെമ്മീൻ മികച്ച രീതിയിൽ അവൻ കറി വെച്ചിരുന്നു. അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിലേക്ക് കടന്നു. അങ്ങോട്ടേക്ക് അവന്റെ സഹോദരി മരിയ കടന്നു വന്നു. പക്ഷേ മരിയയ്ക്ക് ചെമ്മീൻ കറി വെച്ചത് തീരെ ഇഷ്ടമായില്ല. ചെമ്മീൻ തനിക്ക് അലർജിയാണ് എന്നവൾ പറഞ്ഞപ്പോ വളരെ കുസൃതി നിറഞ്ഞ ഒരു ചിരി ലൂയിസ് ചിരിക്കുന്നുണ്ട്. അധികം വൈകാതെ കേക്ക് മുറിക്കൽ ചടങ്ങ് നടന്നു.
അമ്മ മെഴുകുതിരികൾ ഊതിക്കെടുത്തിയതിന് പിന്നാലെ ലൂയിസ് അമ്മയോട് എന്തെങ്കിലും ഒന്ന് ആഗ്രഹിക്കാൻ ആവശ്യപ്പെട്ടു. തന്റെ വീട്ടിലെ മക്കളുടെയൊക്കെ വിവാഹ ഫോട്ടോയും മറ്റും വെച്ചിരുന്ന ഭിത്തിയിലേക്ക് അമ്മ നോക്കി. ശേഷം ലൂയിസിനെയും നോക്കി. മെഴുകുതിരികൾ ഊതി ആഗ്രഹിച്ച് കഴിഞ്ഞതിന് പിന്നാലെ പെട്ടെന്നാണ് അത് സംഭവിച്ചത്. അമ്മ കുഴഞ്ഞു വീണു. ഉടനടി അമ്മയെ അവർ ആശുപത്രിയിലേക്ക് എത്തിച്ചു. കുറച്ചു കഴിഞ്ഞ് ഡോക്ടറുടെ മുറിയിൽ നിന്ന് ഡോക്ടറും അമ്മയും കൂടി പുറത്തേക്ക് വരികയാണ്. എന്താ പറ്റിയത്, എന്താ കാര്യം എന്നൊക്കെ അമ്മയോട് ആ സഹോദരങ്ങൾ ചോദിച്ചു. അല്പം മടിയോടെയാണെങ്കിലും അമ്മ പറഞ്ഞു തനിക്കിനി 6 മാസത്തെ ആയുസേ ഉള്ളൂ എന്ന്. അത് കേട്ടതും ആ സിബ്ലിങ്സ് എല്ലാവരും ആകെ അസ്വസ്ഥരാവാൻ തുടങ്ങിയിരുന്നു. 6 മാസത്തിൽ അവരുടെ അമ്മ മരിക്കാൻ പോകുന്നു എന്നത് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതായിരുന്നില്ല. പ്രത്യേകിച്ചും ലൂയിസിന്. ലൂയിസിന്റെ ജീവിതം തന്നെ അവന്റെ അമ്മയെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരുന്നല്ലോ. അമ്മ ലൂയിസിനെ ചേർത്തു പിടിച്ചു. പിന്നാലെ പറഞ്ഞു എനിക്കൊരു അന്ത്യാഭിലാഷമുണ്ട്. ലൂയിസ് അവന് പറ്റിയൊരു പാർട്ട്ണറെ കണ്ടെത്തണം. അവൻ വിവാഹിതനാകണം. അത് കേട്ടതും ലൂയിസ് ആകെ വല്ലാതായി. ഇതെങ്ങനെ ശരിയാകും, അതൊന്നും നടക്കില്ല എന്ന മട്ടിലൊക്കെ ലൂയിസ് പറഞ്ഞു. പക്ഷേ അമ്മ ആ കാര്യത്തിൽ വാശി പിടിക്കുകയാണ്. തന്റെ അന്ത്യാഭിലാഷം ലൂയിസ് നിറവേറ്റിയില്ലെങ്കിൽ, താൻ ആഗ്രഹിക്കുന്ന പോലെ ലൂയിസ് ഒന്നും ചെയ്തില്ലെങ്കിൽ തന്റെ വിൽപത്രത്തിൽ നിന്നും ലൂയിസിന്റെ പേര് താൻ വെട്ടിമാറ്റും എന്നായിരുന്നു അമ്മ പറഞ്ഞത്. അതോടെ ലൂയിസ് ആകെ പ്രതിസന്ധിയിലായി. പിന്നാലെ ലൂയിസ് നമ്പർ ഇറക്കി. താനൊരു പെൺകുട്ടിയുമായി ഇഷ്ടത്തിലാണെന്നും വൈകാതെ അക്കാര്യം വിവാഹത്തിലേക്ക് എത്തിക്കാം എന്നും അവൻ അമ്മയോട് പറഞ്ഞു. ലൂയിസിന്റെ സഹോദരി മരിയയ്ക്ക് അവന്റെ അഭിനയമൊക്കെ മനസ്സിലാവുന്നുണ്ടായിരുന്നു. അവൻ കളവ് പറയുകയാണ് എന്ന് മരിയ പറയാനൊക്കെ നോക്കിയെങ്കിലും ലൂയിസ് അത്തരമൊരു കാര്യം പറഞ്ഞത് കേട്ട അമ്മ ഒരുപാട് സന്തോഷത്തിലായിരുന്നു. മരിയയോട് മിണ്ടാതിരിക്കാൻ അമ്മ പറഞ്ഞു. ലൂയിസ് പിന്നാലെ ഇതിനു മുമ്പ് താൻ 3 മാസ കാലയളവ് ചെലവഴിച്ചിട്ടുള്ള എല്ലാ പെണ്ണുങ്ങളെയും വിളിച്ചു. തനിക്കൊരു സഹായം ചെയ്യുമോ, കുറച്ചു നാളത്തേക്ക് തന്റെ ഭാര്യയായി അല്ലെങ്കിൽ കാമുകിയായി അഭിനയിക്കാൻ നിൽക്കാൻ പറ്റുമോ എന്ന മട്ടിലൊക്കെ അവൻ ചോദിച്ചെങ്കിലും ആരും അതിന് തയ്യാറാവുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ ലൂയിസ് അവന്റെ ഫ്രണ്ടായ നെസ്റ്റർ എന്ന ബാർ കീപ്പറിനെ പോയി കണ്ടു. താനൊരു ഗേ ആണെന്ന് പറഞ്ഞുകൊണ്ട് അമ്മയ്ക്ക് മുമ്പിലേക്ക് അവനെ കൊണ്ടുപോയാലോ എന്ന മട്ടിൽ വരെ ലൂയിസ് പ്ലാൻ ചെയ്തിരുന്നു. ലൂയിസ് അക്കാര്യം നെസ്റ്ററുമായി സംസാരിച്ചപ്പോ ലൂയിസിനോട് നെസ്റ്റർ ദേഷ്യപ്പെടുകയാണ് ചെയ്തത്. താൻ എൻഗേജ്ഡ് ആണെന്നും ഈ പരിപാടിയൊന്നും നടക്കില്ലെന്നും പറഞ്ഞു. നെസ്റ്ററിന് പ്രതിഫലം കിട്ടുമെന്നും വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കാം എന്നൊക്കെ ലൂയിസ് പറയുന്നുണ്ടെങ്കിലും നെസ്റ്റർ അതിനൊരുക്കമായിരുന്നില്ല. മറ്റെന്താടാ വഴിയുള്ളത് എന്ന മട്ടിൽ ലൂയിസ് നിരാശനായി. നെസ്റ്റർ അപ്പോഴാണ് മുമ്പ് തന്റെ സുഹൃത്ത് പറഞ്ഞ ഒരു സ്ത്രീയുടെ കാര്യം ആലോചിക്കുന്നത്. അവന്റെ ഫേക്ക് വൈഫായി അഭിനയിക്കാൻ വേണ്ടി ആ ഒരു സ്ത്രീ വന്നിരുന്നത്രേ. നെസ്റ്റർ പിന്നാലെ തന്റെ കയ്യിലുള്ള ഫോട്ടോ ലൂയിസിനെ കാണിച്ചു കൊടുത്തു. ഫോട്ടോയിലുണ്ടായിരുന്നത് ലീനയായിരുന്നു. ലീനയുടെ പ്രധാന പരിപാടി തന്നെ അതായിരുന്നു. ഫേക്ക് വൈഫും ഫേക്ക് കാമുകിയുമൊക്കെയായി പണം വാങ്ങി മറ്റുള്ളവരുടെ അടുക്കൽ അഭിനയിക്കാൻ പോവുക. ലൂയിസ് അവളുടെ നമ്പർ സംഘടിപ്പിക്കാൻ നെസ്റ്ററോട് ആവശ്യപ്പെട്ടു. കഥ അവിടെ നിന്നും ലീനയിലേക്ക് പോകുന്നു. ആ സമയമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ലീന യാഥാർത്ഥ്യത്തിൽ ഒരു സ്റ്റേജ് ആക്ട്രസ് ആണ്. ഒരു ബ്രേക്ക് കിട്ടാൻ വേണ്ടി അവൾ കാത്തിരിക്കുകയായിരുന്നു. ഫിനാൻഷ്യൽ ബേർഡൻസും മറ്റും ഉള്ളതുകൊണ്ട് തൽക്കാലത്തെ ചിലവുകൾ കണ്ടെത്താനാണ് അവൾ ഇത്തരത്തിൽ ഫേക്ക് വൈഫ്സും ഫേക്ക് ലവറും ഒക്കെയായി പോയിക്കൊണ്ടിരുന്നത്. അവൾ അന്നൊരു റിഹേഴ്സലിൽ പങ്കെടുക്കുകയായിരുന്നു. ആ സമയത്താണ് ലൂയിസ് അവളെ വിളിക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലൂയിസിന് കോൾ കണക്ട് ചെയ്ത് കിട്ടിയില്ല. പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞ് അവളൊരു റെസ്റ്റോറന്റിൽ പോയി അവിടെയുള്ള വസ്തുക്കളിൽ ഏറ്റവും ചീപ്പായത് നോക്കി ഓർഡർ ചെയ്തു. വീണ്ടും ഫോൺ റിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പരിചിതമല്ലാത്ത നമ്പർ ആയതുകൊണ്ട് എടുക്കുവാൻ അവൾ കുറച്ച് മടിച്ചിരുന്നു. പക്ഷെ വീണ്ടും വിളിച്ചപ്പോ അവൾ കോൾ എടുത്തു. ഒരു വർക്കിന്റെ കാര്യത്തിനാണെന്ന് അറിഞ്ഞതും അവൾ കുറച്ച് താല്പര്യത്തിലായി. മൊത്തത്തിൽ ഒരു ദരിദ്രാവസ്ഥയിലായിരുന്നു അവൾ. തന്റെ അടുത്ത് വന്ന് 2 മണിക്കൂറിനുള്ളിൽ തന്നെ കാണാൻ ലൂയിസിനോട് അവൾ ആവശ്യപ്പെടുകയാണ്. അങ്ങനെ അവൾ പറഞ്ഞയിടത്തേക്ക് ലൂയിസ് എത്തി. അവളോട് കാര്യങ്ങളൊക്കെ ലൂയിസ് സംസാരിച്ചു. താൻ എത്തരത്തിലുള്ള ഫേക്ക് വൈഫിനെയാണ്, ഫേക്ക് റിലേഷൻഷിപ്പാണ് ഉദ്ദേശിക്കുന്നത് എന്ന കാര്യമൊക്കെ കൃത്യമായി പറഞ്ഞു. അമ്മയുടെ രോഗാവസ്ഥയെ പറ്റിയും 6 മാസം കഴിയുമ്പോൾ ഇതൊക്കെ അവസാനിപ്പിക്കാം എന്നും അവൻ വ്യക്തമാക്കി. വളരെ ബേസിക്കായ സ്ട്രെയിറ്റ് ഫോർവേഡായ ഒരു റിലേഷൻഷിപ്പായി മറ്റുള്ളവർ നമ്മുടെ റിലേഷൻഷിപ്പിനെ അറിഞ്ഞാൽ മതി എന്ന മട്ടിൽ ലൂയിസ് പറഞ്ഞപ്പോൾ ലീന പറഞ്ഞു അങ്ങനെ പറ്റില്ല, കുറച്ച് റൊമാൻറ്റിക്കായി ക്രിയേറ്റീവായി ചിന്തിച്ചാലേ മറ്റുള്ളവർക്ക് നമ്മൾ പ്രണയത്തിലാണെന്ന് തോന്നൂ. പിന്നീട് അവർ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ തുടങ്ങി. എവിടെ വെച്ചാണ് കണ്ടത്, എങ്ങനെയാണ് പ്രണയത്തിലായത്, ആരാണ് ഫസ്റ്റ് പ്രപ്പോസ് ചെയ്തത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ഡിസ്കസ് ചെയ്ത് അതിലൊന്നിച്ചൊരു തീരുമാനമുണ്ടാക്കി. മാത്രമല്ല അവരുടെ ലൈംഗിക ജീവിതത്തെ പറ്റിയൊക്കെ അറിയാൻ താല്പര്യമുള്ള പ്രശ്നക്കാരായ കുറച്ച് റിലേറ്റീവ്സ് ഉണ്ടാവുമല്ലോ, അവരോടെങ്ങനെ സംസാരിക്കണം എന്ന കാര്യത്തിൽ വരെ അവർ സംസാരിച്ചൊരു ഡീലുണ്ടാക്കി. പിന്നാലെ എങ്ങനെ ചില കാര്യങ്ങളൊക്കെ സംസാരിക്കണം എന്നതിൽ ഡയലോഗ് അടക്കം എഴുതി ലീന ലൂയിസിന് കൊടുത്ത് അത് പ്രാക്ടീസ് ചെയ്യാൻ ആവശ്യപ്പെട്ടു. ഈ സമയം പുറത്ത് ലീനയുടെ ലാൻഡ് ലേഡി വന്നിരുന്നു. അവരോട് സംസാരിക്കാൻ ലീന പുറത്തേക്ക് ചെന്നു. പുറത്ത് ലാൻഡ് ലേഡി വലിയ കലിപ്പിലായിരുന്നു. അവൾ കുറച്ചു മാസത്തെ വാടക കൊടുത്തിട്ടില്ല, വൈകാതെ വാടക കൊടുത്തില്ലെങ്കിൽ അവളെ അവിടെ നിന്ന് ഇറക്കി വിടും എന്നൊക്കെ ലാൻഡ് ലേഡി പറയുന്നുണ്ടായിരുന്നു. അകത്തുണ്ടായിരുന്ന ലൂയിസ് അത് കേൾക്കാതിരിക്കാൻ അവൾ വാതിലൊക്കെ അടച്ചെങ്കിലും ലൂയിസ് അത് കൃത്യമായി കേട്ടു. അവള് തിരികെ വന്നപ്പോ ഒന്നും കേട്ടിട്ടില്ല എന്ന മട്ടിലായിരുന്നു ലൂയിസ് പെരുമാറിയത്. മാത്രമല്ല തങ്ങളുടെ ഈ ഡീൽ 6 മാസം വരെ നീട്ടിക്കൊണ്ടു
കൊണ്ടുപോകണമെന്നും അവിടെ ഒരു വക്കീൽ എന്ന രീതിയിൽ നിന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ മതിയെന്നും എല്ലാത്തിലും ഉപരിയായി ഒരു വിശ്വാസിയായി മതവിശ്വാസിയായി നീ എവിടെ പെരുമാറണം എന്നും ലൂയിസ് ആവശ്യപ്പെട്ടു. അവളും അതിന് ഓക്കെ പറയുകയാണ്. അങ്ങനെ അവർ ഡീലിലെത്തി. അധികം വൈകാതെ ലൂയിസിന്റെ വീട്ടിലേക്ക് അവൾ കടന്നു വരികയാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ തന്നെ അറിയിക്കാൻ ഒരു കോഡ് വേർഡ് ലീന ലൂയിസിനെ പഠിപ്പിച്ചിരുന്നു. അവിടെ എത്തിയതും അവനത് പറഞ്ഞു. അവൾ ധരിച്ചിരുന്ന വസ്ത്രം തന്നെ കണ്ട് അവൻ ഞെട്ടിത്തെറിച്ചു പോയിരുന്നു. ഒരിക്കലും ഒരു പൂർണ്ണ മതവിശ്വാസിയായ സ്ത്രീ ധരിക്കില്ലാത്ത തരം വസ്ത്രമായിരുന്നു അത്. അവന്റെ അമ്മയ്ക്ക് അത് ഇഷ്ടപ്പെടുമോ എന്നവൻ ഭയപ്പെട്ടിരുന്നു. പേടിക്കണ്ടെന്നും ഇതൊക്കെ ഞാൻ ഡീല് ചെയ്തോളാമെന്നും ക്യാബിന്റെ പൈസ കൊടുത്തേക്കാനും പറഞ്ഞ് ലീന വീടിനകത്തേക്ക് ചെന്നു. ലീനയെ കണ്ട ലൂയിസിന്റെ അമ്മയ്ക്ക് വലിയ സന്തോഷം തന്നെ തോന്നിയിരുന്നു. ലീനയെ അടുത്തറിയാനും ഇടപഴകാനും അവിടെ പിടിച്ചിരുത്തി അവർ സംസാരിക്കാൻ തുടങ്ങി. ഇതിനിടയിൽ ഒരു ആൽക്കഹോൾ ഡ്രിങ്ക് അമ്മ ലീനയ്ക്ക് ഓഫർ ചെയ്തു. ലൂയിസ് പറഞ്ഞിരുന്നു അങ്ങനെ ഒരു ഓഫർ വന്നാൽ വലിയ വിശ്വാസിയായി അഭിനയിക്കുന്നത് കൊണ്ട് അവളത് സ്വീകരിക്കരുതെന്ന്. പക്ഷേ ലീന അതൊന്നും ശ്രദ്ധിക്കാതെ അത് വാങ്ങിക്കഴിക്കുകയാണ്. ലൂയിസിന് അമർഷം തോന്നി. പിന്നാലെ അവൾ എന്താണ് ചെയ്യുന്നത് എന്നമ്മ ചോദിച്ചപ്പോ ലീന പറഞ്ഞത് താനൊരു ഡോക്ടറാണെന്നായിരുന്നു. അത് കേട്ടതും ലൂയിസിന് ഞെട്ടിപ്പോയി. ലൂയിസിന്റെ അമ്മയാകട്ടെ ഉടനടി തന്റെ എക്സ്റേ റിപ്പോർട്ടും മറ്റു റിപ്പോർട്ടുകളും കൊണ്ടുവന്ന് ഇതൊക്കെ നോക്കിക്കൊണ്ട് എന്താണ് അവളുടെ അഭിപ്രായമെന്ന് ചോദിച്ചു. ലൂയിസ് സത്യത്തിൽ ഭയപ്പെട്ടിരുന്നു. പക്ഷെ ലീന വളരെ നിർഭാഗ്യകരമായ കാര്യങ്ങളാണ് റിപ്പോർട്ടിൽ കാണുന്നത് എന്ന മട്ടിലൊക്കെ പറഞ്ഞ് വളരെ വിദഗ്ധമായി തടിതപ്പി. പിന്നാലെയാണ് വീട്ടിലേക്ക് ലൂയിസിന്റെ സഹോദരി മരിയ കടന്നു വരുന്നത്. മരിയ ചോക്ലേറ്റ് കേക്കുമായിട്ടായിരുന്നു വന്നത്. ചോക്ലേറ്റ് കേക്കാണെങ്കിൽ ലൂയിസിന് തീരെ ഇഷ്ടമല്ല. അതുകൊണ്ട് മനഃപൂർവ്വം അവനൊരു പണി കൊടുക്കാൻ തന്നെ മരിയ അതുമായി വന്നതായിരുന്നു. വൈകാതെ മറ്റ് സഹോദരങ്ങളും എത്തി. അവരെല്ലാവരും ഒന്നിച്ച് ലഞ്ചിനിരുന്നു. പരസ്പരം സംസാരിക്കാനൊക്കെ തുടങ്ങി. സംസാരമധ്യേ അവരെവിടെ വെച്ചാണ് കണ്ടത് എന്നിങ്ങനെ പല ചോദ്യങ്ങളും വന്നപ്പോ മുമ്പ് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്തതാണെങ്കിലും ലൂയിസ് ഒക്കെ കുളമാക്കുന്നുണ്ടായിരുന്നു. ഇതിനിടയിൽ മരിയ ഒരു പണി കൊടുക്കാൻ എന്ന മട്ടിൽ ചോദിച്ചു. ലൂയിസിന് നല്ല ജോലിയൊന്നുമില്ല എന്ന് നിനക്കറിയാമല്ലോ അല്ലേ? ലീന അത് മനോഹരമായി ഹാൻഡിൽ ചെയ്തു. ഏയ് അത് നല്ല കാര്യമല്ലേ, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. എനിക്ക് ഹോസ്പിറ്റലിൽ വർക്കിനും പോകാം, വീട്ടിലെ കാര്യങ്ങൾ ലൂയിസ് നോക്കുകയും ചെയ്തോളും, കുടുംബം നന്നായിട്ട് മുമ്പോട്ട് പോകുമല്ലോ എന്നായിരുന്നു അവളുടെ മറുപടി. സന്ധ്യയോടെ എല്ലാവരോടും യാത്ര പറഞ്ഞ് ലൂയിസും ലീനയും ഇറങ്ങി. വണ്ടിയിൽ കയറിയതിനു പിന്നാലെ നടന്ന കാര്യങ്ങളിലെ പ്രശ്നങ്ങളെപ്പറ്റി ചൊല്ലി ഇരുവരും തർക്കം ആരംഭിച്ചു. അവർക്ക് പിന്നാലെ മരിയയും ഇറങ്ങി. ഹസ്ബൻഡിനൊപ്പം കാറിൽ കയറിയ മരിയ ലീനയ്ക്കും ലൂയിസിനും ഒരുപാട് പ്രശംസയും അംഗീകാരവും ഒക്കെ കിട്ടുന്നത് കണ്ട് വല്ലാതെ അസൂയപ്പെടുന്നുണ്ടായിരുന്നു. കുടുംബത്തിലൊക്കെ ആദ്യം അച്ചീവ് ചെയ്തത് താനാ, എന്നിട്ട് തനിക്കൊരു അംഗീകാരവുമില്ല. ഒന്നും ചെയ്യാതെ കറങ്ങി നടന്ന ആ ഊളച്ചക്കൻ ഇപ്പൊ ഒരു പെണ്ണിനെ കൊണ്ടുവന്നപ്പോ എല്ലാവർക്കും അവനെ മതി എന്നൊക്കെ പറഞ്ഞ് തന്റെ അസൂയ മുഴുവൻ മരിയ പ്രകടിപ്പിച്ചു. ലൂയിസിന്റെ കാര്യത്തിൽ മരിയക്ക് പല സംശയങ്ങളും ഉണ്ടായിരുന്നു. മരിയ ഹസ്ബൻഡിനെ കൊണ്ട് നിർബന്ധിപ്പിച്ച് അവരുടെ വണ്ടിയെ ഫോളോ ചെയ്യാൻ തുടങ്ങി. പോകുന്ന വഴിയിൽ ഒരു സിഗ്നലിൽ വെച്ച് ഇരുവരും പരസ്പരം എതിരിൽ വന്നു. മരിയ അതോടെ അവർക്കൊന്നിച്ചൊരു ഡബിൾ ഡേറ്റിന് പോയാലോ എന്ന് ചോദിച്ചു. ലീന ഓക്കെ പറയുകയാണ്. വീണ്ടും ലൂയിസും ലീനയും കാറിൽ മുമ്പോട്ട് പോവാൻ തുടങ്ങി. നടന്ന കാര്യങ്ങളെപ്പറ്റി അവർക്കിടയിൽ വീണ്ടും ദേഷ്യത്തിൽ സംസാരങ്ങളും മറ്റും നടക്കുകയാണ്. അപ്പോഴാണ് ലൂയിസിന് കഥാരംഭത്തിൽ ട്രാഫിക് ജാമിൽ കിടക്കുമ്പോ അവൻ നമ്പർ കൊടുത്തൊരു ലേഡിയുണ്ടല്ലോ സുവെല്ലൻ, അവളുടെ കോൾ വരുന്നത്. മീറ്റ് ചെയ്യാം എന്ന് പറഞ്ഞായിരുന്നു സുവെല്ലൻ വിളിക്കുന്നത്. ലൂയിസിന് പോകണമെന്നുണ്ട്. പക്ഷേ മരിയ പിന്നാലെ തന്നെ ഉണ്ടല്ലോ. മാത്രമല്ല ഡബിൾ ഡേറ്റിന് വിളിച്ചിരിക്കുകയുമാണ്. ലൂയിസ് ആ സമയം അങ്ങനെ മാറിയാൽ മരിയക്ക് സംശയം തോന്നും. പക്ഷെ ലീന പറഞ്ഞു എനിക്ക് പ്രതിഫലം കൂടുതൽ തന്നാ മതി, ഇക്കാര്യമൊക്കെ താൻ ഡീൽ ചെയ്തോളാം. അങ്ങനെ ഡബിൾ ഡേറ്റിനായി അവരൊരു ബാർക്കം റെസ്റ്റോറന്റിൽ എത്തി. അവിടെ ഇരിക്കുമ്പോ ഇടയ്ക്ക് ലൂയിസ് ഒന്ന് വലിഞ്ഞു മാറാൻ നോക്കിയെങ്കിലും അവരെവിടെ പോയാലും താനും വരുന്നുണ്ട് എന്ന മട്ടിൽ മരിയ പറഞ്ഞതോടെ ലൂയിസ് ആകപ്പെട്ടു. ഒടുവിൽ ലീന തന്നെ അവിടെ ഒരു വിഷയമുണ്ടാക്കി താൻ പോവുകയാണെന്ന് പറഞ്ഞു മാറി. ലീനയ്ക്ക് പിന്നാലെ താൻ പോകും എന്ന് പറഞ്ഞ് ലൂയിസ് എഴുന്നേറ്റെങ്കിലും മരിയയും കൂടെ വരുമെന്ന് പറഞ്ഞതോടെ അവിടെ തുടരാൻ ലൂയിസ് നിർബന്ധിതമാവുകയാണ്. ഇതേസമയം ലീന പോയി സുവെലനെ കണ്ടു. പരിചയപ്പെട്ട് സംസാരിച്ചു. താൻ മരിയയാണ് എന്ന മട്ടിലായിരുന്നു സുവെലന്റെ അടുക്കൽ ലീന ഇൻട്രൊഡ്യൂസ് ചെയ്ത് സംസാരിച്ചത്. കൃത്യമായി പറഞ്ഞാൽ ലൂയിസിന്റെ സഹോദരി എന്ന മട്ടിൽ. എന്തായാലും ഭംഗിയായി അന്നത്തെ ദിവസത്തെ പ്രശ്നങ്ങൾ ലീന ഹാൻഡിൽ ചെയ്തു. അടുത്ത ദിവസം ലൂയിസിന്റെ അമ്മ ക്ഷണിച്ചിട്ട് ലീന വീട്ടിലേക്ക് ചെന്നിരുന്നു. ലീന അങ്ങനെ പറയാതെ പെട്ടെന്ന് വന്നതിൽ ലൂയിസിന് അമർഷം തോന്നി. ലൂയിസിന്റെ അമ്മ എന്ന് അവരെ വിളിപ്പിച്ചതിൽ ഒരു കാരണമുണ്ടായിരുന്നു. അവരുടെ ഫാമിലിക്ക് ഒരു അപ്പാർട്ട്മെന്റ് ഉണ്ട്. ഇരുവരും ഒന്നിച്ച് വേണമെങ്കിൽ അങ്ങോട്ടേക്ക് താമസം മാറിക്കോളൂ എന്ന മട്ടിൽ ലൂയിസിന്റെ അമ്മ പറഞ്ഞു. ലൂയിസിന് അതിൽ താല്പര്യമില്ലായിരുന്നെങ്കിലും ലീന സന്തോഷത്തോടെ അത് അക്സെപ്റ്റ് ചെയ്തു. അവളാണെങ്കിൽ വാടക കൊടുക്കാൻ പറ്റാതെ അപ്പാർട്ട്മെന്റിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുകയായിരുന്നല്ലോ. അവൾക്ക് കിട്ടിയ സുവർണ അവസരമായിരുന്നു അത്.
മറുവശത്ത് മരിയയ്ക്ക് നടന്ന എല്ലാ കാര്യങ്ങളുകൊണ്ടും ലൂയിസിനും ലീനയ്ക്കും മേൽ വലിയ സംശയങ്ങളുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും അവരുടെ തട്ടിപ്പ് അമ്മയ്ക്ക് മുമ്പിൽ തുറന്നുകാട്ടി അമ്മയുടെ സ്വത്തുക്കളുടെ ഭൂരിഭാഗം കൈവശപ്പെടുത്തണം എന്ന് മരിയ ചിന്തിച്ചിരുന്നു. മറുവശത്ത് ലൂയിസും ലീനയും ഫാമിലി അപ്പാർട്ട്മെന്റിലേക്ക് മാറി. കൂടെ മുഴുവൻ സമയവും വൈഫായി ഇപ്പോൾ സമയം ചിലവിടുകയാണല്ലോ, അഭിനയിക്കുകയാണല്ലോ. അതിന് എക്സ്ട്രാ പേയ്മെന്റ് തന്നെ ലീന ലൂയിസിനോട് ആവശ്യപ്പെട്ടു. ഇതേസമയം ലീനയാകട്ടെ ലൂയിസിനോട് സംസാരിച്ച് ലൂയിസിന്റെ അമ്മയുടെ സ്വഭാവത്തെ പറ്റിയും മറ്റുള്ളവരുടെ ക്യാരക്ടേഴ്സിനെ പറ്റിയുമൊക്കെ ഒരുവിധം മനസ്സിലാക്കി. പിന്നാലെ അവരുടെ ഫാമിലി വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അവൾ അംഗമായതോടെ അവരൊന്നിച്ചുള്ള സന്തോഷത്തോടെയുള്ള ചിത്രങ്ങളൊക്കെ എടുത്ത് ലീന ഫാമിലി ഗ്രൂപ്പിലിടാൻ തുടങ്ങി. ഫാമിലി അപ്പാർട്ട്മെന്റിൽ അവർ താമസിക്കുന്നു, അവർ സന്തോഷത്തിലാണ് ജീവിക്കുന്നത് എന്നുള്ളതൊക്കെ ഫോട്ടോയിലൂടെ കണ്ട മരിയക്കാകട്ടെ അത് കണ്ട് സഹിക്കുന്നുണ്ടായിരുന്നില്ല. അവൾക്ക് വല്ലാത്ത കുശുമ്പ് അനുഭവപ്പെട്ടു. അവരുടെ അപ്പാർട്ട്മെന്റിലെ വീട്ടുജോലികളൊക്കെ എടുത്തിരുന്നത് ലൂയിസ് ആയിരുന്നു. ലീന സുഖിച്ച് ജീവിക്കും. ലൂയിസിനാണെങ്കിൽ ചെയ്യാതിരിക്കാനും വയ്യ. വീട് അലങ്കോലമായി കിടക്കുന്നത് എപ്പോഴെങ്കിലും വന്ന് അമ്മ കണ്ടാൽ അവരുടെ കള്ളങ്ങളൊക്കെ പൊളിയും. ലീന അവനെ ഒട്ടും ടേക്ക് കെയർ ചെയ്യുന്നില്ല എന്നമ്മ കരുതും എന്നൊക്കെ ലൂയിസ് ഭയപ്പെട്ടിരുന്നു. ഏകദേശം 1 മാസക്കാലം കടന്നപ്പോഴേക്കും ഇരുവരും പരസ്പരം കംഫോർട്ടബിളായി ജീവിക്കാൻ തുടങ്ങി. ഇരുവർക്കുമിടയിൽ ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ഉടലെടുത്തു. ഒരു ദിവസം ലീന തന്റെ മോണോലോഗിനായി പോയി കഴിഞ്ഞപ്പോ ലൂയിസ് ബാൽക്കണിയിൽ നിൽക്കുകയായിരുന്നു. മരിയ തങ്ങളുടെ അപ്പാർട്ട്മെന്റിന്റെ മേൽ സ്പൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ലൂയിസ് അവിടെ നിന്ന് നോക്കിക്കണ്ടു. മരിയക്ക് തങ്ങളുടെ കാര്യത്തിൽ സംശയമുണ്ടാകുമെന്നും അതുകൊണ്ടാണ് അവൾ തങ്ങളെ ചുറ്റിപ്പറ്റി വരുന്നത് എന്നും ലൂയിസ് മനസ്സിലാക്കിയിരുന്നു. ഒരു ദിവസം ലീന അവനെ ഒന്നിച്ച് ഭക്ഷണം കഴിക്കാൻ കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ഇരുന്ന് സംസാരിക്കുമ്പോ ലൂയിസ് പറഞ്ഞു, കഴിഞ്ഞ 1 മാസമായിട്ട് ഒരു പെണ്ണിന്റെ കൂടെയും പോകാൻ എനിക്ക് പറ്റിയിട്ടില്ല. എന്റെ കാര്യങ്ങളൊന്നും നടന്നിട്ടുമില്ല. ലീന പറഞ്ഞു, നിനക്ക് ആ സൂവല്ലനെ വീട്ടിലേക്ക് വിളിച്ചൂടെ? ഞാൻ അവിടെ ഉള്ളതാണ് പ്രശ്നമെങ്കിൽ അവളുടെ അടുക്കൽ ഞാൻ നിന്റെ സഹോദരിയല്ലേ, ആ ആക്ട് മുമ്പോട്ട് കൊണ്ടുപോയാ പോരെ. പക്ഷെ ലൂയിസിന്റെ പ്രശ്നം അതായിരുന്നില്ല. അവന്റെ ഒരു നിയമമുണ്ടല്ലോ, വീട്ടിലേക്ക് അവൻ ആവശ്യമുള്ള പെണ്ണുങ്ങളെയൊന്നും അങ്ങനെ കൊണ്ടുവരില്ലെന്ന്. ആ റോള് തെറ്റിക്കണം. എന്തായാലും മറ്റു വഴിയില്ലാതെ ലൂയിസ് അത് തെറ്റിക്കാൻ തയ്യാറായി. സുവല്ലനെ വീട്ടിലേക്ക് ക്ഷണിച്ചു. അവരെല്ലാവരും ഒന്നിച്ച് ഡിന്നറൊക്കെ കഴിച്ചു. ലൂയിസ് സുവല്ലനെ ബെഡ്റൂമിലേക്ക് കൊണ്ടുപോകാമെന്നൊക്കെ ചിന്തിച്ചു നിന്നപ്പോഴേക്കും സുവല്ലൻ തനിക്ക് പോയിട്ട് വേറെ കാര്യമുണ്ടെന്ന് പറഞ്ഞ് ബൈ പറഞ്ഞിറങ്ങി. ലൂയിസിന്റെ ശ്രമങ്ങളൊന്നും വിജയം കണ്ടില്ല. അന്ന് വൈകിട്ട് ലീനയും ലൂയിസും സംസാരിക്കുകയാണ്. സംസാരിക്കുമ്പോൾ ലീന പറഞ്ഞു, ലൂയിസ് എനിക്കൊരു കാര്യം ചെയ്താൽ പിന്നെ നീ എനിക്ക് വേണ്ടി പേ ചെയ്യണ്ട. എന്താ കാര്യമെന്ന് ലൂയിസ് ചോദിച്ചു. ഞാനൊരു ബാച്ചലറേറ്റ് പാർട്ടിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ ഷെഫായി നിനക്ക് ജോയിൻ ചെയ്യാമോ? അങ്ങനെയാണെങ്കിൽ നീ ഇപ്പോ എനിക്ക് തരുന്ന പണമുണ്ടല്ലോ അത് നിനക്ക് തരണ്ടെന്ന് വെക്കാം. ലൂയിസിന് അതിൽ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ലീന പറഞ്ഞത് പ്രവർത്തിക്കാൻ അവനെ അനുനയിപ്പിച്ചെടുത്തു. അങ്ങനെ ആ ബാച്ചലറേറ്റ് പാർട്ടിയുടെ അന്ന് ഷെഫായിട്ട് ലൂയിസ് എത്തുകയാണ്. അവിടെ എത്തി ബ്രൈഡിനെ കണ്ടപ്പോ ലൂയിസിന് എന്തെന്നില്ലാത്തൊരു പരിചയം തോന്നി. പക്ഷെ പിന്നെയാണ് ലൂയിസിന് മനസ്സിലായത് അതവന്റെ ഗേൾഫ്രണ്ട് ആയിരുന്ന സൊറായയുടെ മകളാണെന്ന്. സൊറായയിൽ നിന്ന് ഒളിച്ചു നിൽക്കാൻ ലൂയിസ് ശ്രമിച്ചെങ്കിലും ഒരു ഘട്ടത്തിൽ സൊറായ ലൂയിസിനെ കണ്ടു. അതോടെ ദേഷ്യത്തിൽ അവർ ലൂയിസിന് പിന്നാലെ ഓടി വരികയും ഒക്കെ ചെയ്യുകയാണ്. ഓടിയോടി അവർ വേദിയിലേക്കും കയറി ചെന്നിരുന്നു. സത്യത്തിൽ എല്ലാവർക്കും മുമ്പിൽ ഇരുവരും നാണം കെടേണ്ടതായിരുന്നു. പക്ഷേ കൃത്യമായി ലീന ഇടപെട്ടു. അതൊരു പ്രാങ്കായിരുന്നുവെന്നും എങ്ങനെയുണ്ടായിരുന്നു പെർഫോമൻസ് എന്നൊക്കെ ചോദിച്ച് അവർക്കെല്ലാവരുടെയും കയ്യടികൾ വാങ്ങിക്കൊടുക്കാൻ ലീനയ്ക്ക് കഴിഞ്ഞു. എന്തായാലും അന്ന് അവിടെ നിന്ന് ലീനയുടെ സഹായത്തോടെ ലൂയിസ് രക്ഷപ്പെട്ടു. പിന്നീട് അങ്ങോട്ടേക്ക് ലീന അതുപോലെ വർക്ക് ചെയ്യുന്നിടത്തൊക്കെ ഷെഫായിട്ട് പോവാൻ ലൂയിസ് ആരംഭിച്ചിരുന്നു. ലൂയിസിന് അതുവഴി വരുമാനവും വരാൻ ആരംഭിച്ചു. കൃത്യമായി ലൂയിസിനൊരു പ്രൊഫഷനായെന്ന് പറയാം. അങ്ങനെയിരിക്കെ ലൂയിസിന് അമ്മ കൊടുത്തിരുന്ന വീട്ടിൽ നിന്നുള്ള പണം നിർത്തലാക്കപ്പെടുകയാണ്. അതിനെപ്പറ്റി ലൂയിസ് ലീനയോട് ചോദിച്ചു. ലീന പറഞ്ഞു, ഞാൻ ആ അമ്മയോട് ലൂയിസിന് പണമൊന്നും കൊടുക്കണ്ടെന്ന് പറഞ്ഞത്. ലൂയിസ് ഇപ്പോ ജോലി ചെയ്ത് പണമുണ്ടാക്കുന്നുണ്ടല്ലോ, പിന്നെന്തിനാ അമ്മയുടെ അടുത്തുനിന്ന് പണം വാങ്ങുന്നത് എന്നായിരുന്നു ലീന ചോദിച്ചത്. എന്തായാലും നാളുകൾ വീണ്ടും മുമ്പോട്ട് പോയി. ലൂയിസും ലീനയും സന്തോഷത്തോടെ തന്നെ മുമ്പോട്ട് ജീവിച്ചുകൊണ്ടിരുന്നു. 3 മാസക്കാലം പിന്നിട്ടിരുന്നു. അന്ന് രാത്രി ഒരു പാർട്ടിയൊക്കെ കഴിഞ്ഞു നിൽക്കുമ്പോ അവർ സംസാരിച്ചു. ലൂയിസ് പറഞ്ഞു, 3 മാസം അങ്ങനെ കഴിയുകയാണ്. ഇനിയാണ് ഏറ്റവും അപകടം പിടിച്ച സമയം ആരംഭിക്കുന്നത്, പാഷൻ ആൻഡ് ലവിന്റെ കാലം. അത് പറഞ്ഞതിന് പിന്നാലെ ഇരുവരും ചിരിക്കുന്നുണ്ടായിരുന്നു. രണ്ടുപേരും ആ സമയം എങ്ങനെയെങ്കിലും ഒക്കെ അവസാനിച്ച് രണ്ടു വഴിക്ക് പോയാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ അത് പറഞ്ഞെങ്കിലും ഇരുവരുടെയും മുഖത്ത് ഒരു ദുഃഖം പ്രകടമായിരുന്നു. പരസ്പരം പറഞ്ഞിട്ടില്ലെങ്കിലും അവർക്ക് പരസ്പരം ഇഷ്ടമായിരുന്നു എന്നത് വ്യക്തമാക്കുന്നതായിരുന്നു അത്. ലൂയിസ് അമ്മയെ ചെന്ന് കണ്ടു. ലൂയിസിന്റെ മാറ്റങ്ങളിൽ ലൂയിസിന്റെ അമ്മയേറെ സന്തോഷിക്കുന്നുണ്ടായിരുന്നു. പിന്നാലെ ലൂയിസ് തന്റെ കൂട്ടുകാരനെ ചെന്ന് കണ്ടു. നടക്കുന്ന കാര്യങ്ങളൊക്കെ അവനോട് പറഞ്ഞു. ലൂയിസിന്റെ മനസ്സാകെ കുഴഞ്ഞു മറിഞ്ഞിരിക്കുകയാണെന്നും നീ ഒരു റൊമാൻറ്റിക് ടൂറൊക്കെ പോയിട്ട് വാ എന്ന മട്ടിലായിരുന്നു കൂട്ടുകാരൻ സജസ്റ്റ് ചെയ്തത്. അങ്ങനെ സ്യൂവല്ലയെയും ഗ്ലോറിയെയും ഒക്കെ വിളിച്ച് ഒരു ട്രിപ്പ് പോകാൻ അവൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ അവർ ക്യാമ്പ് ചെയ്യുകയും രസകരമായ നിമിഷങ്ങൾ ചെലവഴിക്കുകയും ചെയ്തു. പക്ഷെ ഒരു കാരണം കൊണ്ടല്ലെങ്കിൽ മറ്റൊരു കാരണം കൊണ്ട് സുവല്ലക്കൊപ്പം കിടപ്പറ പങ്കിടാൻ
ലൂയിസിന് പറ്റുന്നേയുണ്ടായിരുന്നില്ല. അടുത്ത ദിവസം പുലർച്ചെ ലൂയിസിനെ ലീന വിളിച്ച് കൂട്ടിക്കൊണ്ടുപോയി ഫാമിലി ഗ്രൂപ്പിലിടാൻ ചിത്രങ്ങളെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു അത്. ഈ സമയത്തായിരുന്നു ലൂയിസിന്റെ ഫോണിലേക്ക് മരിയ വിളിക്കുന്നത്. ആ ഫോണാണെങ്കിലോ സുവല്ലയുടെ ടെന്റിലുമായിരുന്നു. സുവല്ല കോൾ എടുത്തു മരിയയോട് സംസാരിക്കാൻ തുടങ്ങി. അതോടെ തനിക്കുമേൽ നടന്ന ചതിയുടെ കാര്യവും താൻ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട കാര്യവുമൊക്കെ സുവല്ലക്ക് മനസ്സിലാവുകയാണ്. മരിയയോടൊക്കെ പറഞ്ഞവൾ ഉടൻ തന്നെ അവരെ വിട്ട് അവിടം വിട്ടു പോന്നു. ലീനയ്ക്കും ലൂയിസിനുമാണെങ്കിൽ ആ കാര്യമൊന്നും മനസ്സിലായതുമില്ല. അവരാ ക്യാമ്പ് ഏരിയയിൽ തന്നെ അന്ന് രാത്രിയും ചിലവഴിച്ചു. അവർ ഒന്നിച്ചുള്ള ആ നിമിഷങ്ങൾ ഇരുവർക്കും വല്ലാത്തൊരു സന്തോഷം നൽകിയ ഫീല് കൊടുത്തിരുന്നു. തിരികെ എത്തി അവരുടെ ജീവിതം പഴയ പോലെ തന്നെ മുമ്പോട്ട് പോവാൻ തുടങ്ങി. ലീന തന്റെ മോണോലോഗുമായി മുമ്പോട്ട് പോയി. അവിടൊക്കെ ഷെഫായി ലൂയിസും ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കാൻ ഒരു ഫാമിലി പാർട്ടി വന്നത്. ഡാൻസ് കോമ്പറ്റീഷനിൽ ലൂയിസും ലീനയും പങ്കെടുത്തു. അതിലവർ വിജയിക്കുകയും ചെയ്തു. അവർ തമ്മിലുള്ള സ്നേഹവും ഡാൻസും കത്തിക്കയറി നിൽക്കുമ്പോഴാണ് മരിയ അങ്ങോട്ടേക്ക് കടന്നു വന്നത്. വീഡിയോ കോളിൽ സുവല്ലയെ കൊണ്ടുവന്ന് എല്ലാവരുടെയും മുമ്പിൽ ലൂയിസിന്റെയും ലീനയുടെയും കള്ളം പൊളിക്കാൻ മരിയ ശ്രമിച്ചു. പിന്നാലെ അവിടെ ഉണ്ടായിരുന്ന അമ്മയ്ക്ക് മുമ്പിൽ ലൂയിസ് സത്യങ്ങൾ ഏറ്റുപറയുകയാണ്. അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ കൂടിയും ഞാൻ എത്ര വേണ്ടെന്ന് വെച്ചിട്ടും ലീനയുമായി താൻ പ്രണയത്തിലായെന്ന് ലൂയിസ് അമ്മയോട് പറഞ്ഞു. അമ്മ ആ സമയമാണ് സത്യം വെളിപ്പെടുത്തുന്നത്. യാഥാർത്ഥ്യത്തിൽ ലൂയിസിന്റെ അമ്മയ്ക്ക് ഇത് ആദ്യമേ തന്നെ അറിയാമായിരുന്നു. ലൂയിസിന്റെ അമ്മയായിരുന്നു ഒരു ഘട്ടം പിന്നിട്ടപ്പോൾ ലീനയെ വിളിച്ച് സംസാരിച്ച് ലൂയിസിനെ നേർമാർഗത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി തന്റെ പദ്ധതികൾ ലീനയിലൂടെ നടപ്പിലാക്കിയത്. അതായത് ലൂയിസിനെ കൃത്യമായി ഒരു ജോലിയിലേക്ക് തിരിച്ചുവിട്ടതും ലൂയിസിന്റെ സ്വഭാവം മാറ്റിമറിച്ചതും ലൂയിസിന്റെ കാര്യങ്ങളൊക്കെ ഓക്കെയാക്കിയതും ലൂയിസിന്റെ തന്നെ അമ്മയുടെ തന്ത്രങ്ങളായിരുന്നു. ലീന മുഖേന അവരത് നടപ്പിലാക്കിയെന്നേയുള്ളൂ. ലൂയിസ് ലീനയ്ക്ക് പണം കൊടുക്കാതായ സമയമുണ്ടല്ലോ, ആ സമയം മുതൽ ലീനയ്ക്ക് നല്ലൊരു തുക കൊടുത്തുകൊണ്ടിരുന്നത് ലൂയിസിന്റെ അമ്മയായിരുന്നു. ലീനയ്ക്ക് തന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് ലീന അതൊക്കെ ചെയ്തത് എന്നായിരുന്നു ലൂയിസ് കരുതിയത്. അതൊക്കെ കേട്ടതും താൻ ചതിക്കപ്പെട്ടെന്നൊരു തോന്നൽ ലൂയിസിന് വരികയാണ്. അവൻ അവിടെ നിന്ന് പുറത്തേക്ക് പോന്നു. കൂട്ടുകാരൻ നെസ്റ്ററിനോട് സംസാരിച്ച് എവിടെയെങ്കിലും ജോലിക്ക് ഒരു വേക്കൻസി കണ്ടെത്താൻ അവൻ ശ്രമിച്ചു. പക്ഷേ എവിടെയും നല്ല വേക്കൻസി ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. എന്നിരുന്നാലും ലീനയെ പിരിഞ്ഞുള്ള ആ ജീവിതം ലൂയിസിനെ കഷ്ടത്തിലാക്കുന്നുണ്ടായിരുന്നു. മറുവശത്ത് ലീനയുടെയും അവസ്ഥ അത് തന്നെയായിരുന്നു. ലൂയിസിനെ അവളും ഒരുപാട് സ്നേഹിച്ചു പോയിരുന്നു. ഒരു ദിവസം നെസ്റ്റർ ലൂയിസിനോട് സംസാരിച്ചു. ഇങ്ങനെ എത്ര നാളെന്ന് വെച്ചാ നിന്റെ ബാച്ചിലർ റൂളും വെച്ച് ജീവിക്കുക? നീ ആലോചിച്ചു നോക്ക്. നിന്റെ ബെസ്റ്റിനെ പുറത്തെടുക്കാൻ പറ്റുന്ന ഒരാൾ, എപ്പോഴും നിനക്ക് സന്തോഷം തരുന്ന ഒരാൾ, അങ്ങനെ ഒരാളെ കണ്ടെത്തി അയാളുടെ ഒപ്പം ജീവിക്കുന്നതല്ലേ ഏറ്റവും നല്ലത്. നെസ്റ്ററിന്റെ ആ വാക്കുകൾ ലൂയിസിന്റെ കണ്ണു തുറപ്പിച്ചു. ലൂയിസ് പിന്നാലെ താനും ലീനയും താമസിച്ച അപ്പാർട്ട്മെന്റിലേക്ക് ചെന്നു. അവിടെ നിന്നും വെക്കേറ്റ് ചെയ്ത് ലീന പോയി കഴിഞ്ഞിരുന്നു. ആ സമയം അവിടെ അവന്റെ അമ്മയും എത്തി. ഇരുവരും സംസാരിച്ചിരുന്നു. അവർക്കിടയിലെ പ്രശ്നങ്ങൾ അന്നവർ സംസാരിച്ച് തീർക്കുകയാണ്. പിന്നാലെയായിരുന്നു അങ്ങോട്ടേക്ക് മരിയയും വന്നെത്തുന്നത്. ആ സമയത്ത് ടിവിയിൽ ഒരു പ്രോഗ്രാം ലൈവായി പോകുന്നുണ്ടായിരുന്നു. ആ പ്രോഗ്രാമിൽ അവർ ലീനയെ കണ്ടു. അവരുടെ തൊട്ടടുത്ത സ്ഥലമായതിനാൽ അമ്മ ഉടൻ ലൂയിസിനോട് ലീനയെ ചെന്ന് കാണാനും അവളോട് അവന്റെ ഇഷ്ടം തുറന്നു പറയാനും പറഞ്ഞു. ലൂയിസ് നേരെ അവിടെ നിന്നിറങ്ങി ലീനയെ കാണുവാൻ വേണ്ടി ഓടി. ഒടുവിൽ ഒരു ട്രാഫിക് ജാമിൽ കുടുങ്ങി നിന്ന ലീനയ്ക്കടുത്തേക്ക് ലൂയിസ് എത്തിച്ചേരുകയാണ്. അവളുടെ മുമ്പിൽ മുട്ടുകുത്തി ലീനയോട് ലൂയിസ് പ്രപ്പോസ് ചെയ്തു. അവനിഷ്ടമായിരുന്ന ലീന സന്തോഷത്തോടെ പ്രപ്പോസൽ സ്വീകരിക്കുകയാണ്. അധികം വൈകാതെ ഇരുവരുടെയും വിവാഹം നടന്നു. വിവാഹശേഷം ലൂയിസിന്റെ അമ്മ എല്ലാവരുടെയും വിവാഹ ചിത്രങ്ങൾക്കൊപ്പം ലൂയിസിന്റെ ചിത്രവും ചേർത്തു. പിന്നാലെയാണ് ഒരു കാര്യം വ്യക്തമായത്. അമ്മയ്ക്ക് അസുഖമൊന്നും ഉണ്ടായിരുന്നില്ല. ലൂയിസിനെ വിവാഹം കഴിപ്പിച്ച ശേഷം അമ്മയ്ക്ക് ചില പദ്ധതികളുണ്ടായിരുന്നു. അമ്മയെ നോക്കിയ ഡോക്ടർ ഉണ്ടല്ലോ, ആ ഡോക്ടറെ വിവാഹം കഴിക്കാൻ ലൂയിസിന്റെ അമ്മ പ്ലാൻ ചെയ്തിരുന്നു. ലൂയിസിന്റെ വിവാഹശേഷം അതുമായി അവന്റെ അമ്മ മുമ്പോട്ട് പോയി. ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. രസകരമായ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.